സിയം വലിയുല്ലാഹി ഏതോ ഒരു ഹോട്ടലിൽ കയറി ആ ഹോട്ടലിൽ കത്തി എന്നൊരു കറാമത്ത് പ്രസംഗിച്ചത് എടുത്തിട്ട് ആ കത്തിയ കാര്യം പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അങ്ങനത്തെ കറാമത്തുകൾ പറയുന്നതിന് യാതൊരു തകരാറുമില്ല. ഹോട്ടൽ കത്തിയിട്ടുണ്ടോ ഇല്ല അത് വേറെ കാര്യം. ഞാൻ 1-2 ആളുകളിൽ നിന്ന് അത് കത്തി എന്ന റിപ്പോർട്ട് കേട്ടിട്ടുണ്ട്. അവർക്കത് സ്വഹീഹായ റിവായത്തിലൂടെ കിട്ടിയതാണോ? അല്ലേ. സ്വഹീഹായ റിവായത്തിലൂടെ കിട്ടിയതല്ലാത്തതും കറാമത്തിൻ്റെ രംഗത്ത് പറയുന്നതിന് യാതൊരു തകരാറുമില്ല എന്നതാണ് സത്യം. നമ്മളതിനൊക്കെ അതിരുവരമ്പുകൾ വെച്ച് പുത്തനാശയക്കാർക്ക് ഏണി വെച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. അവരെ ഒരുത്തൻ പോയി മസ്ഹാറെ കണ്ടാരെ അപ്പോഴേ നാടെല്ലാം തീയാൽ നിറച്ചോവർ. ഇപ്പൊ ജീലാനി തങ്ങളെ പരിഹസിച്ചു കൊണ്ടുപോയ ഒരു സ്ഥലത്ത് ആ നാടിൽ തീ നിറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഇത് സിയം വലിയുല്ലാഹി ആ ഹോട്ടലേ കത്തിച്ചിട്ടുള്ളൂ, ആ നാടന്നെ തീയാൽ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ അതിന്റെ അവസ്ഥ? 1-2 ആളുകളെ പ്രസംഗം ഞാൻ കേട്ടു. അത് എനിക്ക് കേൾക്കാൻ വേണ്ടി കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു നല്ല മനുഷ്യൻ അയച്ചു തന്നതാണ്. അതിൽ പറയുന്ന വിഷയം മഹാനായ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു ഒരു സ്ഥലത്ത് നിന്ന് വരുമ്പോൾ ഒരു ചായക്കടയിൽ കയറി, ഹോട്ടലിൽ കയറി ചായ കുടിച്ച് സംഖ്യ കൊടുക്കാതെ ഇറങ്ങിയെന്നും അപ്പോൾ ഹോട്ടൽക്കാരൻ പിടിച്ചു വെച്ചുവെന്നും അങ്ങനെ ആ ഹോട്ടൽ പിന്നീട് കത്തിപ്പോയി എന്നുമാണ് പറയുന്നത്. ഞാൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം പറഞ്ഞു, കറാമത്ത് എന്താണ് എന്ന് ശരിക്കും കൃത്യമായി മനസ്സിലാക്കി എവിടെ പറയണം, എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് മനസ്സിലാക്കി പറയണം. അതില്ലെങ്കിൽ കറാമത്തിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ വരും. സുന്നത്ത് ജമാഅത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല. അതിന് ഞാൻ അന്ന് സംസാരത്തിൽ ചോദിച്ചു, ഒരാൾ ഒരു കടയിൽ കയറിയിട്ട് ചായ കുടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോയാൽ അത് കറാമത്താണോ എന്ന് ചോദിച്ചു. വാസ്തവത്തിൽ ഞാൻ ആ പ്രസംഗത്തിൽ ചോദിച്ചത്, ഇത് പറഞ്ഞ ആളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിന് എന്താണ് തെളിവ്? അപ്പോൾ ഒരാൾ പറഞ്ഞതാണെന്ന് പറഞ്ഞു. അയാളോട് ആര് പറഞ്ഞതാണ്? അങ്ങനെ അദ്ദേഹത്തോട് പോയി ചോദിച്ചിട്ട് പറഞ്ഞു, അയാളോട് ആര് പറഞ്ഞാന്നൊരു പിടുത്തമില്ല, യാതൊരു അഡ്രസ്സും ഇല്ല. ഇങ്ങനെയാണോ കറാമത്ത് പറയേണ്ടത്? അഡ്രസ്സ് വേണം, അഡ്രസ്സ് ഇല്ലാതെ കറാമത്ത് പറയരുത്. കഫാബിൽ മറി ഖദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേൾക്കുന്നതൊക്കെ പറഞ്ഞാൽ കളവായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ അദബ് നമ്മൾ പാലിക്കണം. അപ്പോൾ ഒന്ന്, ആ പറഞ്ഞതിന് അഡ്രസ്സ് കിട്ടിയില്ല, പറഞ്ഞ ആളെടുത്ത് അഡ്രസ്സ് ഇല്ല. രണ്ടാമത്തത്, ഒരാളുടെ കടയിൽ കയറി ചായ കുടിച്ചിട്ട് കേസ് കൊടുക്കാതെ ഇറങ്ങി എന്ന ഒരു സംഭവം ഒരു മഹാനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. സംഭവം നടന്നോ ഇല്ലേ എന്നത് മറ്റൊന്നാണ്. മഹാന്മാരിൽ പലതരക്കാരുണ്ട്. മഹാന്മാരിൽ ബുദ്ധി മറഞ്ഞുപോയ ചില ആളുകളുണ്ട്. ചില സമയത്ത് അവരുടെ ബുദ്ധി മറിഞ്ഞിരിക്കും. അവർക്ക് അഹ്ലുൽ ഗൈബത്ത് എന്നാ പറയാം, അവർക്ക് മജ്ദൂബ് എന്ന് പറയും, ഉഖലാഉൽ മജാനി എന്ന് പറയും. ഉഖലാഉൽ മജാനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ. ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ. അത്തരം ആളുകൾ അവരുടെ ബുദ്ധി മറഞ്ഞുപോയ സമയത്ത് അത്തരം വല്ല സംഭവവും നടന്നതായി റിപ്പോർട്ട് കിട്ടിയാൽ പോലും അത് പുറത്തു പറയുന്നത് അവർ ഇഷ്ടപ്പെടില്ല. അത് അദബുകേടാണ്. അപ്പൊ സിയം വലിയുള്ള അവിടെ ഹോട്ടലിൽ വന്നിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഇറങ്ങിപ്പോവുക. കേഷ്യർ വിളിച്ചു, അത് ഈ ഡ്രൈവർ കാണാൻ, പൈസ എവിടെ? പൈസ ചോദിച്ചപ്പോ സായിഹായ ഹാലിൽ പോകുന്ന സിയം ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അപ്പൊ അയാൾക്ക് ദേഷ്യം പിടിച്ചു. അയാള് ഒരു മൊയിലേറെ വേഷമാണ് സിയമിനുള്ളത്, നല്ല വലിയ താടിയൊക്കെ വെച്ചിട്ടാ. അപ്പോ കുപ്പായ അയക്കാൻ പറഞ്ഞു. കുപ്പായ അയച്ച് അവിടെ വാങ്ങിച്ചു, തുണി അയച്ച്, തലയെക്കെട്ട് അയച്ചു അവിടെ വെച്ചു. വെറും ട്രൗസർ മാത്രം, ഡോയർ മാത്രം. സുബ്ഹാനല്ലാഹ്. ഇത് ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം കാണുകയാണ്. അദ്ദേഹത്തിനെതിരെ വിഷമായി. എങ്ങനെ ഒരു ഉസ്താദല്ലേ, ഇയാൾ എന്തേ ചെയ്തത്? വല്ലാത്തൊരു വിഷമായി. നേരെ പുറത്തിറങ്ങിയങ്ങാണ്ട് അപ്പൊ സിയമിനെ അദ്ദേഹം ഓലങ്ങനെ കിടക്കുന്നുണ്ട് ഒരു കല്ലട്ടിയുടെ മുകളിൽ. ഞാൻ ചെന്നിട്ട് ഇതൊരു മഹാനാണെന്ന് മനസ്സിലാക്കി. എന്റെ വണ്ടിയിൽ പോരണോന്ന് ചോദിച്ചു. ലോറി ഡ്രൈവറല്ലേ? ആ എന്നറിഞ്ഞ് കേറി. വസ്ത്രം ഊരി വെച്ച് പോയെന്ന് പറഞ്ഞ് പുറത്താക്കിയ ഹോട്ടൽ ഈ ലോറി അങ്ങ് കുറച്ചങ്ങ് പോയതാ. അപ്പോഴേക്കും ആ ഹോട്ടൽ കത്തി നശിച്ചു. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അല്ലാഹുവിനോട് ഖസം ചെയ്താൽ, പടച്ചറബേ ഓൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയാൽ അപകടമായിരിക്കും. അതങ്ങ് നടക്കും. എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്. ഒരാളുടെ കടയിൽ കയറി ചായ കുടിച്ചിട്ട് കേസ് കൊടുക്കാതെ ഇറങ്ങി എന്ന ഒരു സംഭവം ഒരു മഹാനെ സംബന്ധിച്ച് പറയാൻ പാടില്ല.
സംഭവം നടന്നോ ഇല്ലേ എന്നത് മറ്റൊന്നാണ്. മഹാന്മാരിൽ പലതരക്കാരുണ്ട്. മഹാന്മാരിൽ ബുദ്ധി മറഞ്ഞുപോയ ചില ആളുകളുണ്ട്. ചില സമയത്ത് അവരുടെ ബുദ്ധി മറഞ്ഞിരിക്കും. അവർക്ക് അഹ്ലുൽ ഗൈബത്ത് എന്നാ പറയാം. അവർക്ക് മജ്ദൂബ് എന്ന് പറയും, ഉഖലാഉൽ മജാനി എന്ന് പറയും. ഉഖലാഉൽ മജാനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ. ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ. അത്തരം ആളുകൾ അവരുടെ ബുദ്ധി മറഞ്ഞുപോയ സമയത്ത് അത്തരം വല്ല സംഭവവും നടന്നതായി റിപ്പോർട്ട് കിട്ടിയാൽ പോലും അത് പുറത്തു പറയുന്നത് അവർ ഇഷ്ടപ്പെടില്ല. അത് അദബ് കേടാണ്.